കൗമുദി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു ബോബി ആൻഡ് മാരഡോണ ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറി സിനിമ കമ്പനി. ഞായറാഴ്ചയാണ് രാത്രി. ഇറ്റ് ഈസ് ടൈം ഫോർ us to celebrate friendship. സൗഹൃദം ആഘോഷിക്കുകയാണ് സിനിമയിലുള്ളിലെ. ആൻഡ് ഇന്നലെ ഇൻഫാക്ട് നമ്മുടെ കൂടെ എത്തിയ രണ്ട് ഗെസ്റ്റ്സ് ആണ് ദ ഫേമസ് ലിറിസിസ്റ്റ് ശരത് ചന്ദ്ര വർമ്മ ആൻഡ് വണ്ടർഫുൾ മ്യൂസിക് ഡയറക്ടർ വിജി പാൽ. അവരുടെ കൂടെയുള്ള ഈ സംവാദവും ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനും നമുക്ക് തുടരാം. സോ ഒരിക്കൽ കൂടി വെൽക്കം ബാക്ക് ജെന്റിൽമെൻ. ലെറ്റ്സ് കണ്ടിന്യൂ. ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഇവിടെ അടുത്ത കൂട്ടുകാരാണ്. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളല്ലാതെ ശരത്തേട്ടന് ഈ ഇൻഡസ്ട്രിയിൽ വളരെയധികം ഇഷ്ടമുള്ള ഒരാൾ ഇപ്പം ആരും ആവാം. ഇൻഡസ്ട്രിയിൽ നമുക്ക് പരിചയമുണ്ടെങ്കിൽ അത്രയും നല്ലതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. അച്ഛൻ്റെ പാട്ടിൽ ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ കാണുമ്പോൾ ചക്രവർത്തി എന്നുള്ള പാട്ടാണ് ഇഷ്ടം. യെസ്. രാവിലെ നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ പത്മതീർത്ഥമാണ് ഒരു ഇഷ്ടം. വിപ്ലവബോധം മനസ്സിൽ വരുമ്പോഴേക്കും മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഇതൊക്കെയാണ് അത് നമ്മുടെ ഓരോ മനസ്സിൻ്റെ അവസ്ഥയിൽ എപ്പോഴും ഒരാളോടായിരിക്കില്ല. ചില നേരത്ത് അതിങ്ങനെ ഇഷ്ടം മാറി വരാം. പെൺകുട്ടിനെ കുറിച്ചല്ല ചോദിച്ചത്. അതുകൊണ്ട് അതല്ലാണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ചില ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുക. പക്ഷെ എപ്പോഴും കൺസിസ്റ്റന്റ്ലി ഇഷ്ടപ്പെട്ടൂടെ ഒരാളെ? ഇതെന്തോ ശരത്തേട്ടാ? ഇല്ല. കാര്യം വേറെ നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ അല്ല. അതെ, നമ്മൾ ഒത്തിരി നമ്മൾ എക്സാഗ്രേറ്റ് കാണിക്കുകയാണ്. അപ്പം നമ്മളതിൻ്റെ ക്യാരക്ടറിനെ നമുക്ക് ഇപ്പോൾ രാജമാണിക്യത്തിലെ മമ്മൂക്ക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ ലാലേട്ടൻ്റെ പടങ്ങളുണ്ട്. ഇന്ന് അതാ പറഞ്ഞു, ഇതൊക്കെ ഒറ്റയ്ക്ക് ഒരാളാന്ന് ഇങ്ങനെ പറയാൻ പറ്റില്ല. ചെയ്യുന്ന കഥാപാത്രത്തിനെ ആണ് നമ്മൾ പ്രേമിക്കുന്നത്. ജീവിതത്തിൽ സിനിമയിൽ നിന്നും അല്ലെങ്കിൽ അല്ലാതെയും വളരെ അടുത്ത ഒരു സുഹൃത്ത് എന്ന് സന്തോഷത്തോടെ പ്രകടിപ്പിക്കാൻ തോന്നുമ്പോൾ അത് ആരുടെ പേരായിരിക്കും പറയാൻ തോന്നുക? അല്ല, സിനിമയിലെ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓഫ് കോഴ്സ് ലാൽ ജോസ് വളരെ അടുത്ത ഒരു ജ്യേഷ്ഠ സഹോദരനെന്നോ ഒരു സുഹൃത്തെന്നോ ഒരു ഇൻറ്റൻസ് റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ ആഷിഖ്, അതുപോലെ മാർട്ടിൻ പ്രക്കാട്ട്, അങ്ങനെ കുറച്ച് എൻ്റെ അതേ ഏജിലുള്ള വേവ് ലെങ്ത്തും. പിന്നെ ഇവരൊക്കെ പലപ്പോഴും സിനിമയ്ക്ക് മുമ്പും എനിക്കറിയാവുന്നവരാണ്. അത് വളരെ വലിയൊരു കാര്യം. ആഷിഖും മാർട്ടിനും ഒക്കെ ആണെങ്കിലും വളരെ പണ്ടേ, ഇപ്പം അനൂപ് കണ്ണൻ, അങ്ങനെ കുറേ പേരുണ്ട്. അത് ഞാൻ സിനിമ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ എൻ്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് തന്നെ അത് തുടർന്നിട്ടേ ഉള്ളൂ. ഞാൻ എല്ലാത്തിലും അലിയുന്ന ഒരു പഞ്ചസാര കഷ്ണം. ആക്ച്വലി അദ്ദേഹത്തിന് ഉത്തരവ് അത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് ഒരു ഗ്രൂപ്പോ ഒരാളെയോ പറയാൻ. പക്ഷേ ഫോർ യു കുറച്ചുകൂടി കംഫർട്ടബിൾ കൂടുതൽ ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സിനിമയെ കുറിച്ച്, ബിക്കോസ് ആൾക്കാർക്ക് സിനിമയെ കുറിച്ച് കുറേ തെറ്റിദ്ധാരണയുണ്ട്. മ്യൂസിക് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്. കുറച്ച് ആൾക്കാർ ഒരു ഗ്രൂപ്പ്, മറ്റാൾക്കാർ ഒരു ഗ്രൂപ്പ്. ശരത്തേട്ടൻ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നു, കുഴപ്പമില്ല. അങ്ങനെ ക്ലിക്സ് ഒരു സ്വഭാവം ഉണ്ടോ? പണ്ട് തൊട്ട് ഇപ്പം നമ്മൾ പറയും പ്രിയദർശൻ, ലാലേട്ടൻ, അങ്ങനെ ഒരു കോമ്പിനേഷൻ, മറ്റൊരു കോമ്പിനേഷൻ, അങ്ങനെ ഇപ്പം ആ ഒരു സ്വഭാവം ഉണ്ടോ? വാട്ട് ഡു യു ഫീൽ? ഉണ്ടാവാം, അത് നാച്ചുറലി. അതിൽ നമുക്ക് എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? കാരണം ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ ഒരു അടിസ്ഥാനത്തിൽ വരുന്നതാണല്ലോ. അതിന്റെ ഔട്ട്പുട്ട് ബെറ്റർ ആവുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ. ഒരു ദുഃഖം ഉള്ളതെന്ന് വെച്ചാൽ ഈ ജോൽസിനെ പോയി കണ്ടിട്ട് നാളെ നോക്കി ഓരോരുത്തരും ഫിക്സ് ചെയ്യും. ഇതിനകത്ത് ഒരു അങ്ങനെ അവസ്ഥയുണ്ട്. അത് വളരെ സങ്കടകരമായ കാര്യം. നാളെ നോക്കി ആര് അഭിനയിക്കണം, ആര് പാട്ട് ചെയ്യണം, ആര് എന്റെ അമ്മേ അങ്ങനെ ചെയ്തിട്ട് അത് കേൾക്കുമ്പോൾ മാത്രമേ നമുക്കൊരു മനപ്രയാസം ഉണ്ടാവുള്ളൂ. ഈ റിലീജിയസ് സൂപ്പർസ്റ്റിഷ്യസ് ബിലീഫ്സും സിനിമയും സംഗീതവും തമ്മിൽ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണോ? കാറ് വാങ്ങിക്കൂല, ബെൻസ് വാങ്ങിക്കൂല, മറ്റേത് വാങ്ങിക്കൂല, ഇങ്ങനെയൊക്കെ കുറെ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ വ്യക്തികളെ ആശ്രയിച്ചാണ്. ഓരോരുത്തർ എല്ലാ രീതിയിലും. ഇപ്പൊ സിനിമ ആയതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു, അല്ല വീടുകളിലാണെങ്കിലും അങ്ങനെയല്ലേ. ഒരു വീട്ടിൽ തന്നെ സ്പീൽബർഗിനെ കുറിച്ച് കേട്ടില്ലേ? അദ്ദേഹം സ്ക്രിപ്റ്റ് പിന്നെ വായിച്ചത് ക്യാമറയുടെ ഇതിന്റെ പുറത്ത് കാലുവശം. ഇവിടെ നമ്മൾ അതിനെങ്ങനെ കഥനൊക്കെ തൊടിച്ച് മാലയെ ഇടിക്കുമല്ലോ. അപ്പൊ അദ്ദേഹം പറയും ഇത് വെറുതെ ഒരു ഉപകരണം മാത്രമാണെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ കാഴ്ചപ്പാട്. അത്രേ ഉള്ളൂ. അതുപോലെ ഓരോരുത്തരുടെ കാര്യം അത്രേ ഉള്ളൂ. നമുക്ക് ഇനി ഒരു ചെറിയൊരു വിഷ്വലിലേക്ക് പോകാം. വിജയായിട്ടുള്ള ഒരു സൗഹൃദം എനിക്ക് തോന്നുന്നു ഒരു 20 വർഷത്തിലധികം പരിചയമുണ്ടെന്ന്. ഒരു മോർ ദാൻ 20 ഇയേഴ്സ് ആയിട്ട് എനിക്ക് ബിജീനെ അറിയാം. നിയർലി 20 ഇയേഴ്സ് പ്രോബ്ലി. കാരണം സ്കൂൾ ഒക്കെ കഴിഞ്ഞ് കോളേജ് തലത്തിലുള്ള ആ ഒരു ഏജ് ഒരു സമയം മുതൽ തന്നെ ബിജിയെ പരിചയമുണ്ട്. എൻ്റെ സംഗീതം മാഷുണ്ട്, കെ എം ഉദയൻ എന്ന് പറഞ്ഞിട്ട്. കെ എം ഉദയൻ മാഷ്
മാഷിൻ്റെ ഒരു സുഹൃത്താണിത് ബിജി. എന്ന് വെച്ചാൽ ബിജി പ്രായമുള്ള ആളല്ല, ബിജി എൻ്റെ ഏജ് ഗ്രൂപ്പ് തന്നെയാണ്. ബട്ട് മാഷിൻ്റെ കച്ചേരികൾക്ക് ബിജി വയലിൻ വായിക്കുമായിരുന്നു, ക്ലാസിക്കൽ വയലിൻ. അപ്പോൾ അങ്ങനെ മാഷ് എൻ്റെ അടുത്ത് ബിജിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു രാഹുലിനെ പോലെ ഇപ്പോൾ ഈ പാട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള വേറൊരു പയ്യനുണ്ട്, അപ്പോൾ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാഷ് വഴിയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അതും ബിജി അക്കാലത്തൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബം സംഗീതം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എൻ്റെ അടുത്താണ് ഓർക്കസ്ട്രേഷനും പ്രോഗ്രാമിങ് ചെയ്യാനും വന്നത്. അപ്പോൾ ഞാനപ്പോൾ കീബോർഡ് പ്രോഗ്രാമിംഗ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ആണ് ഞങ്ങൾ ആക്ച്വലി ഒരു വർക്കിൽ ആദ്യമായിട്ട് പ്രവർത്തിക്കുന്നതും. പിന്നെ ബിജിയുടെ ഒരു രീതി എന്ന് പറയുന്നത് എനിക്ക് അപ്പോഴേ മനസ്സിലായി. കാരണം മ്യൂസിക്കിൽ ബിജി വളരെ സ്ട്രിക്റ്റ് ആണ്. അതായത് എന്ത് വേണം എന്നുള്ളതിനെ പറ്റി ബിജിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ട്. ബിജിയുടെ വൺ ഓഫ് ദി ലെസർ നോൺ വർക്ക്സ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ട്. നസ്രാണി എന്ന് പറഞ്ഞ സിനിമയിൽ ഈറൻ മേഘമേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെലഡി ഉണ്ട്. ശരത്തേട്ടൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള ജാടകളും ഇല്ലാത്തൊരു മനുഷ്യൻ, ഇത്ര വലിയൊരാൾ ആയിട്ടുള്ള ഒരാളുടെ ഒരു പ്രതിഭാധനായിട്ടുള്ള ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരാളുടെ മകനാണ്. പക്ഷേ അത് അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ബ്ലഡ് ലൈൻ ഉണ്ടെന്ന് പോലും അറിയത്തുള്ളൂ. അത്ര വിനയാന്യം, അത്ര വളരെ സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഫ് ശരത്തേട്ടൻ ഈസ് ഇൻ ദ ഹൗസ്, ശരത്തേട്ടൻ സ്ഥലത്തെത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ലൈക്ക് ഹോം. നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുക എന്നുള്ളൊരു എത്ര ഒഫീഷ്യലായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, എത്ര ഒഫീഷ്യലായിട്ടുള്ള ആളുകൾ, എത്ര വളരെ ഫോമലായിട്ട് മാത്രം ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിക്കോട്ടെ, ശരത്തേട്ടൻ അവിടെ വന്നു കഴിഞ്ഞാൽ എവറിത്തിങ് ചേഞ്ചസ്. പുള്ളി ഒരു വീട് പോലത്തെ ഒരു രീതിയാണ്. നമുക്ക് സ്വന്തം അതുപോലെ വർക്ക് കഴിഞ്ഞിട്ടൊക്കെ പിരിയുമ്പോൾ നമുക്ക് വളരെ വിഷമം, സ്വന്തം ഒരാൾ അയ്യോ പോയി ഇനിയിപ്പോൾ ഇന്ന് അടുത്ത വർക്കിലേ കാണുള്ളൂ എന്നുള്ളൊരു ഫീല് എനിക്ക് വളരെ കുറച്ച് ആളുകളിലൂടെ മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതിലൊരാളാണ് ശരത്തേട്ടൻ. ശരത്തേട്ടൻ്റെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പഞ്ചസാര പോലെ മധുരമുള്ള വാക്കുകളാണ്. അതായത് ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റിൽ ആ വേർഡ് എത്ര രസമായിട്ട് പ്രൊനൗൺസ് ചെയ്യാം, എത്ര സുഖമായിട്ടൊരു സംഗീത സംവിധായകനെ സംബന്ധിച്ച്, ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ മ്യൂസിക് ഡയറക്ടറിനെ സംബന്ധിച്ചോളം നമ്മളെപ്പോഴും സൗണ്ടിങ്ങിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ രസമുള്ള വാക്കുകൾ, വാവ് ഇങ്ങനെ ഈ വേർഡ് യൂസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഈ തരത്തിലുള്ളൊരു രീതിയിൽ ആ വാക്കുകൾ കൊണ്ടുവരാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫസ്റ്റ് ഫിലിം സോങ്ങാണ് തല. ശങ്കർ മഹാദേവൻ പാടി അൻവർ റഷീദിൻ്റെ ഡയറക്ഷനിൽ ചോട്ടാ മുംബൈ ലാലേട്ടൻ അഭിനയിച്ച ചോട്ടാ മുംബൈയിലെ ഫസ്റ്റ് സോങ്. അപ്പോൾ അത് എഴുതിയ ആളെന്നുള്ള രീതിയിൽ ശരത്തേട്ടൻ ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുക, ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എടുത്തു പറയുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ക്യാരക്ടർ വളരെ അടിച്ചു പൊളിച്ച് കുറേ ഗുണ്ടായിസവും എല്ലാം കാണിച്ചു നടക്കുന്ന അതേസമയം അദ്ദേഹം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഈസ് എ ഫാമിലി മാൻ, 2 പെങ്ങന്മാരും അങ്ങനത്തെയൊക്കെയുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ശരത്തേട്ടൻ അത് കൊണ്ടുവന്നു. അത് ഫസ്റ്റ് പാരഗ്രാഫ് പല്ലവിയിൽ വളരെ അടിതടകൾ പഠിച്ചവനല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളും, സെക്കൻഡ് അനുപല്ലവി ഫസ്റ്റ് ചരണം വന്നപ്പോഴത്തേക്കും അതൊരു ബ്യൂട്ടിഫുൾ ഒരു ഫാമിലി സോങ്ങിൻ്റെ മൂഡിലേക്കുള്ള ഒരു ലിറിക്സും. അപ്പോൾ അത് ദിസ് സോങ് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. അപ്പോൾ എൻ്റെ ആദ്യത്തെ പാട്ട് എന്നുള്ള രീതിയിൽ ശരത്തേട്ടൻ ഒരു സലാം. രാഹുൽ, രണ്ടുപേർക്കും വളരെ അടുപ്പമുള്ള ഒരു ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞു. നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ? ഞാൻ വയസ്സിന കണ്ടപ്പോഴില്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾവേസ് നൈസ് ബിക്കോസ് 20 years ആയിട്ട് പരിചയമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ വയസ്സന്മാരാണെന്ന് ആൾക്കാർ വിചാരിക്കും. അത്ര പ്രായമൊന്നുമില്ല, ഞാനും അവരുടെയൊക്കെ ഗ്രൂപ്പിൽ തൊട്ടടുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഫീൽ ആയിപ്പോയി. ബട്ട് ഹൗ ഇസ് ഇറ്റ് രാഹുലിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ? രാഹുൽ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ എൻ്റെ കോളേജ് ലൈഫ് കഴിഞ്ഞ് ഉടനെ തന്നെ ഉള്ളൊരു 1-2 ചെറിയ ആ സമയത്ത് കുറച്ച് ലോ പ്രൊഫൈൽ വർക്കുകൾ കുറച്ച് ചെയ്തായിരുന്നു. ആ സമയത്തുള്ളൊരു വർക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ ഗുരു, എൻ്റെ ഒരു ഗുരു തുല്യൻ എന്നൊക്കെ പറയാവുന്ന ജ്യേഷ്ഠ സഹോദരൻ്റെ പോലെയാണ് KM ഉദയൻ മാഷ്. അദ്ദേഹം ആണ് സജസ്റ്റ് ചെയ്തത് രാഹുലിൻ്റെ അടുത്ത് പോകും, അദ്ദേഹത്തിൻ്റെ നല്ല കീബോർഡുണ്ട്. അന്ന് കീബോർഡ് ഉള്ള ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അങ്ങനെയുള്ളൊരു ഇതുണ്ടല്ലോ ആ ഒരു രീതിയിൽ. അപ്പോൾ രാഹുലിൻ്റെ അടുത്ത് പോയി പരിചയപ്പെട്ടു. അപ്പോൾ ചെറിയ ബഡ്ജറ്റൊക്കെ ഉള്ളൂ. രാഹുൽ എന്തെങ്കിലും തന്നാൽ മതി, അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നു. ഞങ്ങൾ ചെയ്യുന്നത് അത് ഞങ്ങളുടെ ഒരു വർക്കായി മാറുന്നു. എൻ്റെ ഒരു ആലോചനയും പിന്നെ ഡിസ്കസ് ചെയ്തു. അതിനോടൊപ്പം തന്നെ അന്ന് നിലവിലുള്ള സിനിമാ സംഗീതത്തെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ ചെയ്യുന്നു. എൻ്റെ കയ്യിലുള്ള കാസറ്റ്സ് രാഹുലിന് കൊടുക്കുന്നു, രാഹുൽ എന്നെ കേൾപ്പിക്കുന്നു കുറേ. പിന്നെ രാഹുലിന് നല്ല ഒരു ടെക്നിക്കൽ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് AR റഹ്മാൻ്റെ മറ്റേ കാതലൻ എന്ന് പറയുന്ന പടത്തിലെ പാട്ടൊക്കെ
അദ്ദേഹത്തിൻ്റെ ഒരു XP50 എന്ന് പറയുന്ന റോളണ്ടിൻ്റെ ഒരു കീബോർഡ് ഉണ്ട്. അതിൽ ഏകദേശം അതേപോലെ തന്നെ പ്രോഗ്രാം ചെയ്ത് എന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് രാഹുൽ പാടുമ്പോഴും ഈ റഹ്മാൻ്റെ ഒരു ടോൺ, അപ്പോൾ അത് വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. രാഹുലിൻ്റെ ഒരു അന്നത്തെ സമയത്ത് അത്തരം ഒരു പെർഫെക്റ്റ് പ്രൊഫഷണൽ സൗണ്ടിങ്ങിൽ ഒരു കീബോർഡ് പ്രോഗ്രാമറിൻ്റെ പ്രൊഡക്ഷൻ കേൾക്കുന്നത് ആ സമയത്ത് ആദ്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദം. പിന്നെ കുറച്ച് വർക്കുകൾ പരസ്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ കുറച്ച് നാൾ അവൻ UK ജോലിക്ക് പോയി, എൻജിനീയറാണ് അവൻ. അങ്ങനെ പോയി, അങ്ങനെ കുറേ നാൾ അങ്ങനെ. പിന്നെ അതിന് ശേഷമാണ് ചോട്ടാ മുംബൈ അവനാണ് ആദ്യം. എനിക്ക് എൻ്റെ ഒരു ഭയമായിരുന്നു. അൻവർ റഷീദ് എൻ്റെ അടുത്ത് പറഞ്ഞെങ്ങനെ സംഗീത സമയത്ത് പുതിയ ആളാണ്, പുള്ളി കുറേ കാലമായിട്ട് UK അയ്യോ എങ്ങനെ പേടിച്ചു, ഇത് കുഴഞ്ഞോ. പക്ഷേ ഈ ബിജിയുടെ കാര്യം പറഞ്ഞ പോലെ വരികളെ, പാട്ടിൻ്റെ വരികളെ നന്നായിട്ട് നല്ല വൊക്കാബുലറി മ്യൂസിക്കും പഠിച്ചിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട്